പുനഃസംഘടനയിൽ ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട്ടെ ബി.ജെ.പി. നേതാക്കളെ അനുനയിപ്പിക്കാൻ ആർ.എസ്.എസിന്റെ ഇടപെടൽ. കടുത്ത നീക്കങ്ങളിലേക്ക് പോകാതെ നേതാക്കളെ പാർട്ടിക്കൊപ്പം നിർത്താനാണ് ശ്രമം. വി.എസ്. ഗോകുലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, പാലക്കാട്ട് പരസ്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ ജില്ലാധ്യക്ഷനെ അംഗീകരിക്കില്ല, കൗൺസിലർമാർ ഉൾപ്പെടെ രാജിഭീഷണി മുഴക്കുകയും ചെയ്തു. വളരെ ഗൗരവതരമാണോ കാര്യങ്ങൾ? ഗോകുൽ, കേൾക്കാമോ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഗോകുൽ, ഇപ്പോൾ ആർ.എസ്.എസ്. നേതാക്കൾ ഇറങ്ങിയുള്ള ഒരു അനുനയ ശ്രമം നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കടുത്ത നടപടികളിലേക്ക് കൗൺസിലർമാർ പോകില്ല. ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപനം പാർട്ടി വിചാരിച്ച നിലയ്ക്ക് നടക്കും എന്ന് വിചാരിക്കാമോ? തീർച്ചയായും ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ ആഘോഷ പരിപാടികളായി പ്രശാന്ത് ശിവനെ വരവേൽക്കാൻ പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രാധാന്യം ഇവിടെ കിട്ടുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ടല്ലോ. അതായത് കൗൺസിലർമാർ 9 കൗൺസിലർമാരാണ് ഇടഞ്ഞു നിന്നിരുന്നത്. കൂടുതൽ കൗൺസിലർമാർ, ഏകദേശം 11 കൗൺസിലർമാർ ഇവരോടൊപ്പം ചേർന്നിരുന്നു. പക്ഷേ കടുത്ത തീരുമാനത്തിലേക്ക് ഈ കൗൺസിലർമാർ നീങ്ങിയേക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. പ്രമീള ശശിധരൻ അടക്കം ഈ രാജി തീരുമാനത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആർ.എസ്.എസ്. ഇന്നലെ മുതൽ അനുനയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെയും ഈ 9 കൗൺസിലർമാരുമായി ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അനുനയത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ദേശീയ നേതൃത്വത്തോട് കൗൺസിലർമാർ പരാതി അറിയിക്കും, അടിയന്തര യോഗം ചേരുകയും ചെയ്യും. പക്ഷേ പ്രമീള ശശിധരൻ ഏതായാലും രാജിക്കില്ല എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ കൗൺസിലർമാർ, ഒരുപക്ഷെ ഈ ഒരു ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാർ കൂടി ഇന്നത്തെ പ്രശാന്ത് ശിവൻ ശിവന്റെ വരവേൽപ്പിനൊരുങ്ങുകയാണ്. അവിടെ ജില്ലാ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ വലിയ വാദ്യമേളങ്ങളോടുകൂടി പുതിയ ജില്ലാ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്.